പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നപ്പ, വാഴ്ത്തുന്നു. ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകളാൽ ഞങ്ങളെ നിറച്ച് വഴി നടത്തുമാറാകണമേ. ഈശോപ്പാ, ഞങ്ങൾക്കായി ബലിയായി തീർന്ന കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ സകലതും അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ. അപ്പ, ഞങ്ങൾക്കൊരു പുലർക്കാലം തരുകയും കർത്താവേ, ഈ പ്രഭാതം മുതൽ ഈ 3 മണി സമയം വരെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സകലതും തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവായ ഈശോപ്പാ, ഞങ്ങളെ ആപത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ കരുണയുടെ സമയം ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളെയും കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങളെ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരുണ കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു വചനമെടുത്തു. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 42 വരെയുള്ള ഭാഗം ഇന്നലെയും ഇന്നുമായി ചിന്തിക്കുവാൻ ഇടയാക്കി. എനിക്ക് ഈശോ തന്ന ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിൽ വചനത്തിൽ ഇങ്ങനെ ഇപ്രകാരം പറയുന്നു: ഒരുവൻ ജെറീക്കോയിലേക്ക് പോകുന്ന സമയം അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെടുന്നതും കവർച്ചക്കാർ അവനെ അടിച്ചു വീഴ്ത്തിയിട്ട് പോകുന്നതും ഒക്കെ നമുക്ക് ആദ്യം അതിൽ കാണാം. ആദ്യം അതുവഴി ഒരു പുരോഹിതൻ കടന്നു വരുന്നതും ബോധമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടിട്ടും കാണാതെ പോകുന്നതും അതിൽ കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു ലേവ്യാനും അതുവഴി വരുന്നു, കണ്ടിട്ടും കാണാതെ പോകുന്നു. എന്നാൽ ഒരു സമരിയാക്കാരൻ വരുന്നു, കാണുന്നു. ആ മനുഷ്യനോട് ആ കിടപ്പ് കണ്ടിട്ട് മനസ്സലിയുന്നതായിട്ട് വചനം പറയുന്നുണ്ട്. പരിചരിക്കുന്നു, മുറിവുകൾ വെച്ച് കെട്ടുന്നു, ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിക്കുവാൻ ഏൽപ്പിക്കുന്നു, ആവശ്യമുള്ള കാശും അവിടെ ഏൽപ്പിക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നല്ല സ്നേഹിതൻ ആരാണ്? പുരോഹിതനോ ലേവ്യനോ അല്ല, അവനോട് കരുണ കാണിക്കുന്ന ആ നല്ല സമരിയാക്കാരനാണ്, അല്ലേ? പ്രിയ സഹോദരങ്ങളെ, നമ്മളും മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം. ആ കരുണ ലഭിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ഈ വചനത്തിൽ 42-ാമത്തെ വാക്ക് ഇപ്രകാരം പറയുന്നു: മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈശോ കൊടുത്ത ഒരു നല്ല ഭാഗമാണ് മറിയം തിരഞ്ഞെടുത്തത്. അത് ഈശോ തിരിച്ചെടുക്കുന്നതായിട്ട് പറയുന്നില്ല. അതുപോലെ നാം ഓരോരുത്തരും നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നവരായി മാറണം. അതിന് നാം നമ്മെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കണം. അപ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നല്ല സമറിയാക്കാരനെ പോലെയും നല്ല ഭാഗം തിരഞ്ഞെടുത്ത മറിയത്തെ പോലെയും ആയിത്തീരും. നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.